നമ്മൾ ഈ സെക്ഷനിൽ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സിനെ പറ്റി പഠിച്ച തിയറംസ് വെച്ച് പ്രോബ്ലംസ് ചെയ്യാനാണ് പോകുന്നത്. അതിന് മുമ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഒരു റാഷണൽ നമ്പർ എക്സ്, അതിന് നമ്മൾ p/q ഫോമിൽ എഴുതുമ്പോൾ പിയും ക്യൂവും കോപ്രൈംസ് ആണെങ്കിൽ, അതായത് പിക്കും ക്യൂവിനും വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ, നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഡിനോമിനേറ്ററിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ആ പ്രൈം ഫാക്ടറൈസേഷൻ ഈ ഒരു ഫോമിലാണെങ്കിൽ 2n into 5m എന്ന് പറയുന്ന ഫോമിൽ ആണെങ്കിൽ, വേർ n and m ആർ നോൺ നെഗറ്റീവ് ഇന്റീജേഴ്സ്, എന്നും എമ്മും നോൺ നെഗറ്റീവ് ഇന്റീജേഴ്സ് ആയിട്ട് ക്യൂവിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2n into 5m എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ സാധിക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന റാഷണൽ നമ്പറിന് ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ക്യൂവിനെ ഡിനോമിനേറ്ററിലെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതിയതിനു ശേഷം ക്യൂവിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ക്യൂവിനെ നമുക്ക് 2n into 5m എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റില്ലെങ്കിൽ എക്സിന് നോൺ ടെർമിനേറ്റിംഗ് റീകറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് ഉള്ളത്. നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യേണ്ടത് നമ്മൾ ആക്ച്വലി ഡിവൈഡ് ചെയ്യാതെ ഈ നമ്പറുകളുടെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണോ അതോ നോൺ ടെർമിനേറ്റിംഗ് റീകറിംഗ് ആണോ എന്ന് നമ്മൾ ആക്ച്വൽ ഡിവിഷൻ ചെയ്യാതെ പറയാനാണ് ക്വസ്റ്റ്യൻ. 13 divided by 3125 എന്നുള്ള ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലാണോ എന്ന് ഒബ്സർവ് ചെയ്യണം. അതായത് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും വേറെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോഴാണ് നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിൽ കിട്ടുന്നത്. സിംപ്ലസ്റ്റ് ഫോമിൽ കിട്ടുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോപ്രൈംസ് ആയിരിക്കും. കാര്യം അതിന് വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്ത നമ്പേഴ്സ് ആണ് കോപ്രൈംസ്. അപ്പൊ 13 ഒരു പ്രൈം ആയതുകൊണ്ട് തന്നെ 13ഉം 3125ഉം കോപ്രൈംസ് ആണ്. കാര്യം 3125ന്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ 13 ഇല്ല. ഞാൻ ഇവിടെ 3125നെ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 5/5 എന്നാണ്. അപ്പൊ ഞാനത് 13 divided by 5/5 into 2/0 എന്ന് എഴുതി. നമുക്കറിയാം 2/0 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സമ്മറൈസ് ചെയ്ത കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ക്യൂവിന്റെ ഫോം 2n into 5m ആണ്. 2n into 5m ഫോമിൽ വന്നാൽ ക്യൂവിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആ ഫോമിൽ വന്നാൽ ഈ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കും. നമ്മൾ ആക്ച്വൽ ഡിവിഷൻ ചെയ്യാതെ നമ്മൾ പറഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണെന്ന്. ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിലുണ്ട്. നമുക്കത് കണ്ടുപിടിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എമ്മിന്റെ പവർ 5ഉം എന്നിന്റെ പവർ 0യുമാണ്. എന്നിന്റെയും എമ്മിന്റെയും പവർ ഈക്വൽ ആക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ എന്നിന്റെ വാല്യൂ 0 ആണ്. നമ്മൾ ഇവിടെ ഞാനൊരു 2/5 വെച്ച് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് എന്നിന്റെയും എമ്മിന്റെയും വാല്യൂ സെയിം ആയിരിക്കും. നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഫ്രാക്ഷന്റെ വാല്യൂന് ചേഞ്ച് വരത്തില്ല. ഇവിടുത്തെ റാഷണൽ നമ്പറിന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ 2/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ ഫ്രാക്ഷന്റെ വാല്യൂന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇനി ഞാൻ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ a/m into b/m equals ab the whole raised to m. ആ എക്സ്പോണൻഷ്യൽ ലോ ഇവിടെ അപ്ലൈ ചെയ്യണം. ഇവിടെ a5ഉം b2ഉം ആണെങ്കിൽ ab എന്ന് പറയുന്നത് 5 into 2 10 the whole raised to 5 എന്ന് കിട്ടും. 2/5ന്റെ വാല്യൂ 32. 13 into 32 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 416 ആണ്. അപ്പോൾ 416 ഡിവൈഡഡ് ബൈ 10/5 ചെയ്യുമ്പോൾ നമ്മൾ ഡെസിമൽ പ്ലേസസ് മൂവ് ചെയ്ത് നമുക്കറിയാം അടിയിൽ 10ന്റെ പവേഴ്സ് ആണ് ഡിനോമിനേറ്റർ എങ്കിൽ നമുക്ക് ആക്ച്വൽ ഡിവിഷൻ ചെയ്യാതെ ഡെസിമൽ പ്ലേസസ് മൂവ് ചെയ്ത് ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ 416 ഡിവൈഡഡ് ബൈ 10/5 നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും 0.00416 ആണെന്ന്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 15 divided by 1600. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മുടെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള കോമൺ ഫാക്ടേഴ്സിനെ നമ്മൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനെ ക്യാൻസൽ ചെയ്യണം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുന്നത്.
അപ്പൊ ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ 15നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എനിക്ക് 5 into 3 എന്ന് കിട്ടും. 1600നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എനിക്ക് 2⁶ into 5⁵2 എന്ന് കിട്ടും. ഇവിടെ 5 കോമൺ ആയതുകൊണ്ട് ഞാൻ അതിനെ സിംപ്ലസ്റ്റ് ഫോമിൽ ഇതിനെ എഴുതിയപ്പോൾ എനിക്ക് 3 divided by 2⁶ into 5⁵1 എന്നാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ ഈ ഒരു സമ്മറി വെച്ച് നോക്കുമ്പോൾ ക്യൂവിന്റെ ഫോം, അതായത് ക്യൂവിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അത് 2⁻n into 5⁻m എന്ന് പറഞ്ഞ ഫോമിൽ ആണെങ്കിൽ അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കും. ഇവിടെ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. This implies 15 divided by 1600 has a terminating decimal expansion. അപ്പം terminating ആണെങ്കിൽ ആ ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിലുണ്ട് വിത്തൗട്ട് ആക്ച്വൽ ഡിവിഷൻ. അപ്പൊ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലെ പവേഴ്സ് ഓഫ് 2ഉം 5ഉം സെയിം ആക്കണം. അപ്പം 2ന്റെ പവറായ 6 ആണ് ഇവിടെ വലിയത്. അപ്പൊ 5⁻1നെ 5⁻6 ആക്കാൻ വേണ്ടി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ 5⁵5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 5⁵5 into 3 ചെയ്തപ്പോൾ എനിക്ക് 9375 കിട്ടി. പിന്നെ ഇവിടെ 2⁻6 into 5⁻6 എന്നും കിട്ടും. അതായത് 5⁻1 into 5⁻5 എന്ന് പറഞ്ഞാൽ 5⁻1 plus 5 എന്ന് കിട്ടും. 1 plus 5 6. അപ്പം 2⁻6 into 5⁻6. അപ്പം ഇതെന്ന് പറയുന്നത് മുമ്പേ ചെയ്ത പോലെ തന്നെ നമ്മള് a⁻m into b⁻m ab the whole raised to m. അപ്പം ab എന്ന് പറയുന്നത് 2 into 5 10 10⁻6 എന്ന് വരും. 10ന്റെ പവേഴ്സ് ആണ് ഡിനോമിനേറ്റർ എങ്കിൽ വിത്തൗട്ട് ആക്ച്വൽ ഡിവിഷൻ നമുക്ക് ചെയ്യാൻ അറിയാവുന്നതാണ്. അപ്പൊ 9375 divided by 10⁻6 ചെയ്യുമ്പോൾ 0.009375 കിട്ടും. Next question, 129 divided by 2⁵5 into 5⁻7 into 7⁵5. നമുക്കറിയാം 129 ഒരു പ്രൈം നമ്പർ ആണ്. ഈ നമ്പർ ഇതിന്റെ പ്രൈം ഫാക്ടറൈസ്ഡ് ഫോമിലാണ്. ആ പ്രൈം ഫാക്ടറൈസ്ഡ് ഫോമിൽ എന്തായാലും 129 എന്ന് പറഞ്ഞ പ്രൈം ഇല്ല. അതുകൊണ്ട് ഈ രണ്ട് നമ്പേഴ്സിനും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഇല്ല. അതിന്റെ അർത്ഥം ഈ രണ്ട് നമ്പേഴ്സും അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ക്യൂവിനെ അതിന്റെ പ്രൈം ഫാക്ടറൈസ്ഡ് ഫോമിൽ എഴുതുമ്പോൾ 2⁻n into 5⁻m എന്ന് പറഞ്ഞ ഫോമിലാണോ എന്ന് ഒബ്സർവ് ചെയ്യണം. 2⁻n into 5⁻m എന്ന് പറഞ്ഞ ഫോമിലാണോ നോക്കുമ്പോൾ ഇവിടെ 7⁵5 എന്ന് പറഞ്ഞൊരു നമ്പറും കൊണ്ട് ഡിനോമിനേറ്റർ വന്നതുകൊണ്ട് ഇത് ആ ഫോമിൽ അല്ല. Q 2⁻n into 5⁻m എന്ന് പറഞ്ഞ ഫോമിൽ അല്ലാത്തത് കൊണ്ട് 129 divided by 2⁻2 into 5⁻7 into 7⁻5 അതിനൊരു നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 77 divided by 210. അപ്പൊ നമ്മൾ ഇവിടെ 77നും 210നെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതിയപ്പോൾ നമുക്ക് 11 divided by 2 into 3 into 5 എന്ന് കണ്ടു. ഈ ഡിനോമിനേറ്റർ 2⁻n into 5⁻m എന്നുള്ള ഫോമിൽ അല്ല. കാര്യം ഇവിടെ ഒരു 3⁻1 കൂടെ ഉണ്ട്. അതിന്റെ അർത്ഥം ഈ നമ്പറിന് ഒരു നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് ഉള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് സെക്ഷൻ, 6 divided by 15. 6നെ 15നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുന്നു. അപ്പം 6നെ 2 into 3 എന്ന് എഴുതി, 15നെ 3 into 5 എന്ന് എഴുതി. നമ്മൾ കോമൺ ഫാക്ടേഴ്സിനെ റിമൂവ് ചെയ്യുമ്പോഴാണ് സിംപ്ലസ്റ്റ് ഫോമിൽ നമുക്ക് നമ്പറിനെ കിട്ടുന്നത്. അപ്പം ഈ രണ്ട് നമ്പേഴ്സിന്റെയും ഈ ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും കോമൺ ആയിട്ടുള്ള 3 എന്ന് പറഞ്ഞ പവറിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്പർ 2 divided by 5 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ ഒബ്സർവ് ചെയ്യുമ്പോൾ Q ഈ ഒരു ഫോമിൽ ആണെങ്കിൽ 2⁻n into 5⁻m എന്ന് പറഞ്ഞ ഫോമിൽ ആണെങ്കിൽ x എന്ന് പറയുന്ന റാഷണൽ നമ്പറിന് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഇവിടെ ഡിനോമിനേറ്ററിൽ 5 എന്ന് പറഞ്ഞ നമ്പർ ആണുള്ളത്. അപ്പൊ നമുക്ക് അതിനെ 5⁻1 into 2⁻0 എന്ന് എഴുതാം. കാരണം 2⁻0 equals 1. അപ്പൊ ഡിനോമിനേറ്റർ അപ്പൊ ഏത് ഫോമിലാണ്? 2⁻n into 5⁻m. ആ ഫോമിൽ നമുക്ക് ഡിനോമിനേറ്ററിനെ എഴുതാൻ പറ്റുന്നത് കൊണ്ട് ഈ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണ്. ഇനി നമ്മൾ ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ വിത്തൗട്ട് ആക്ച്വൽ ഡിവിഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ n-ന്റെയും m-ന്റെയും പവർ സെയിം ആക്കണം. അപ്പം 2ന്റെ പവർ 0 ആയിരുന്നു,
5ന്റെ പവർ 1 ആയിരുന്നു. ഞാൻ 5ന്റെയും 2ന്റെയും പവർ സെയിം ആക്കാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2⁻1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. കാര്യം എനിക്ക് താഴെ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത ഫ്രാക്ഷന്റെ വാല്യൂ മാറും. ഒരു നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാക്ഷന്റെ വാല്യൂവിന് മാറ്റം സംഭവിക്കത്തില്ല. അപ്പൊ എനിക്ക് കിട്ടുന്നത് 6/15 is equal to 4/10. 4/10. അപ്പൊ 10ന്റെ പവേഴ്സ് ഡിനോമിനേറ്ററിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തൗട്ട് ആക്ച്വൽ ഡിവിഷൻ നമുക്കറിയാം ഡെസിമൽ പ്ലേസസ് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആൻസർ. അപ്പൊ 4/10ന്റെ ആൻസർ 0.4.